ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഖുറാനിലെ ഈസായും അതുപോലെ തന്നെ ബൈബിളിലെ യേശു ക്രിസ്തുവും ഒന്നാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പല ഡിബേറ്റുകളും ഉണ്ടായി. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം പറയുന്നത് യേശുവും ഈസയും ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെതിരായിട്ട് നമ്മുടെ ബ്രദർ അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ബ്രദർ അതിന് മറുപടി നൽകി. എന്നാലും ചില കാര്യങ്ങൾ ഞാനിവിടെ ഉന്നയിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവും ഈസായും, അതായത് ഞാൻ അതിനെപ്പറ്റി ചില ഉദാഹരണങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശുവും ഈസയും ഒന്നല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലെ? യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10:45 പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കാൻ ഖുറാനിലെ ഈസയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ യെശയ്യാവ് 53 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതികളെ കാണുകയും അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയാൽ തന്നെ എന്ന് അവിടെ പറയുന്നു. അപ്പോ പാപമോചനത്തിന്റെ കാര്യങ്ങൾ, അല്ലെ? പാപമോചനത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പാപങ്ങൾ മോചിക്കാനുള്ള കഴിവ് കർത്താവിനുണ്ട് എന്ന് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അപ്പൊ കർത്താവിന്റെ പ്രായശ്ചിത്ത യാഗം അല്ലെങ്കിൽ പാപമോചനത്തിനായിട്ടുള്ള യാഗം, അല്ലെ? അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 24 46 മുതൽ 47 വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനം യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഖുറാനിലെ ഈസയെ പറ്റി പഠിക്കുമ്പോൾ ആ ഈസയ്ക്ക് ഒരിക്കലും പാപമോചനം കൊടുക്കുവാൻ കഴിയുകയല്ല. അള്ളാഹുവിന് മാത്രമാണ് അവിടെ പാപമോചനം കൊടുക്കുവാനുള്ള അധികാരം ഖുറാനിൽ കാണുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോ അവർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിനി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അവര് പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ ക്രൂശിക്കപ്പെട്ടതിനെ കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യം പറയുകയാണ്, ആരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്ലാമിലുള്ളവർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നു യൂദയാണ്, അല്ലെ, ക്രൂശിൽ മരിച്ചത്, കർത്താവ് യേശു ക്രിസ്തുവിൻ ക്രൂശിൽ മരിച്ചത് എന്ന് പറയുന്നതിനെ കുറിച്ച് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവരുടെ ഇടയിലുണ്ട്. ചിലർ പറയുന്നു കുറേനക്കാരനായ ശീമോനാണ്, ചിലർ പറയുന്നു യേശു തന്നെയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന്, ചിലർ പറയുന്നു യേശു ക്രൂശിക്കപ്പെട്ടു പക്ഷെ മരിച്ചില്ല, മോഹാലാസ്യമായിരുന്നു, ക്രിസ്ത്യാനികൾ ഊഹാഭോഗങ്ങളിൽ ജീവിക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്നു എന്നാണ്. ഊഹാഭോഗങ്ങളിൽ ജീവിക്കുക, ക്രിസ്ത്യാനികൾക്ക് എന്താണ് ഊഹാഭോഗങ്ങളില്ല. ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളും യേശു മരിച്ചെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. യേശു മരിച്ചില്ല എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വന്തം അണികളെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത നിലയിൽ എന്തായിരുന്നു വ്യക്തമായി പറയാമായിരുന്നു. അപ്പൊ ഖുറാന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുന്നത് സൂറ 4, അതായത് സ്ത്രീകൾ 157-58 പറയുന്നു, അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ എന്ത് ചെയ്ത? കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടില്ല. പക്ഷെ യഥാർത്ഥം അവരെന്താണ് തിരിച്ചറിയുന്നില്ല. യാഥാർത്ഥ്യം എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. തീർച്ചയായിട്ടും എന്താണ് ഈസായുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. അപ്പൊ തന്നെ ക്രൂശീകരണത്തിന്റെ കാര്യത്തിൽ തന്നെ അവരുടെ ഇടയിൽ ഉറപ്പില്ലാത്തിടത്തോളം കാലം ബൈബിളിലെ യേശു ക്രിസ്തുവും ഈസായും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഖുറാനിലെ ഈസായും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? യോജിക്കുന്നില്ല എന്നുള്ളതാണ്
വാസ്തവം എന്ന് പറയുന്നത്. അവിടെ തന്നെ അത് തീർന്നു. അപ്പോ ഇത് സംശയം തന്നെയാവുന്നു. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത്. അള്ളാഹു പ്രതാപി യുക്തിമാനുമാകുന്നു. യേശു മരിച്ചിട്ടില്ലെന്ന് അവർക്ക് തെളിയിക്കാനാവുമോ? അല്ലെ? അതുപോലെ തന്നെ കൂടെ ജീവിച്ചവരും കൂടെ നടന്നവരും സമകാലിക ചരിത്രകാരന്മാരും സാക്ഷിക്കുമ്പോൾ ഖുറാനിൽ ഒരു വാക്യം ഏതെങ്കിലും കോടതിയിൽ തെളിവായി എടുക്കുമോ? മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നും ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് എന്താണ്? ചരിത്ര യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന് സമകാലികരായ മനുഷ്യരും രേഖകളും ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ഇനി 600 വർഷം ശേഷം ഒരുവൻ പ്രത്യക്ഷപ്പെട്ട അങ്ങനെ ഒരു സംഭവമില്ല. മഹാത്മാഗാന്ധിയെ ഗോഡ്സെയുടെ വെടിയേറ്റല്ല മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞാലും എന്താണ്, സ്വാതന്ത്ര്യം ലഭിച്ചത് മറ്റൊരു കാലത്താണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രസ്താവിച്ചാൽ അയാൾക്ക് എന്താണ്, ഭ്രാന്തുണ്ടെന്നല്ല, പിന്നെ നമുക്ക് എന്താണ് കരുതാനാകൂ? ഇതിലൊരു വലിയ വിഡ്ഢിത്തരം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് ഒരു മണ്ടത്തരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ദൈവവചനം പഠിപ്പിക്കുന്ന യേശുക്രിസ്തു ദൈവം എന്ന് പറയുന്നത്, അല്ലെ, ഏക സത്യ ദൈവം എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ദൈവവചനം അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണ്, അല്ലെ? അപ്പം നമുക്ക് ചില വാക്യങ്ങൾ കൂടി, അവൻ ദൈവമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില വാക്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്താണ് മകൻ നൽകപ്പെട്ടിരിക്കുന്നത്? അതൊരു മകൻ മാത്രമല്ല എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അപ്പൊ എന്താണ്, ആ ജനിക്കുന്ന ശിശുവിൽ ആധിപത്യം അവന്റെ തോളിലാണ് ഇരിക്കുന്നതെന്ന് അവിടെ പറയുന്നു. എന്താണ്, അതുപോലെ തന്നെ പറയുന്ന അവൻ അത്ഭുത മന്ത്രിയുമാണ്, വീരനായ ദൈവവുമാണ്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, രണ്ടാമത്തെ ദൈവമാണോ വന്നത്? അല്ലെ, വീരനായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ദൈവം, അല്ലെങ്കിൽ തൃത്തക്കാരുടെ ഭാഷയിൽ പറഞ്ഞ സമതുല്യരിൽ ഒരാൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പം ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മോശ പറഞ്ഞു ഇസ്രായേലിലെ കേൾക്ക, അതായത് ആവർത്തന പുസ്തകം 6:4 പറയുന്ന ഇങ്ങനെ: ഇസ്രായേലിലെ കേൾക്ക, യഹോവ നിങ്ങളുടെ ദൈവമാവുന്നു, യഹോവ ഏകൻ തന്നെ. യഹോവ ആരാണ്? നമ്മുടെ ദൈവമാണ്. ആ ദൈവം എന്താണ്? ഏകൻ തന്നെ എന്ന് അവിടെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പൊരുൾ അത് തന്നെയാണ്, ഒരു ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 25:9 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യെശയ്യാവിന്റെ പുസ്തകം 25:9 പറയുന്നു: അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവൻ അത്രയും നാം കാത്തിരുന്നത്. അല്ലെ, നമ്മൾ കാത്തിരിക്കുന്ന ആ ദൈവം ആരായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രയും നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയുന്നു. ഇതോടെ പറഞ്ഞിരിക്കുകയാണ്, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനത്രയും നാം കാത്തിരുന്നത്. അപ്പം അന്നാളിൽ നമ്മുടെ ദൈവം എന്നാണ്, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അല്ലെ, അവനത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അപ്പം ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടും എന്നതിനെയാണ് അത് കുറിക്കുന്നത്. അപ്പോ ഈ ഒരു അവകാശവാദം ഖുറാന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഖുറാനിലെ ഈസയ്ക്ക് പറയുവാൻ യാതൊരു കാര്യവുമില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പാപത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, കുരിശീകരണത്തിന്റെ കാര്യത്തിൽ തെറ്റി. ഇനി മൂന്നാമത് ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ദൈവികമായ കാര്യത്തിലും അവിടെയും തെറ്റിയിട്ടുണ്ട്. കാരണം എന്താ, അവിടെ ഒരിക്കലും ഈസയെ ഒരു പ്രവാചകനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് പുത്രന്മാരില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോ
അവിടെ പറയുമ്പോൾ അതും ശരിയായ ഒരു കാര്യം തന്നെയല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നു. അപ്പൊ അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം അവനത്രേ നാം കാത്തിരിക്കുന്നത്, അവൻ വന്ന് രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ ആനന്ദിച്ച് എന്ത് ചെയ്യണം, സന്തോഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, രണ്ടാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 2-ാം അധ്യായത്തില് നമ്മള് വരുമ്പോഴത്തേക്കും 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, രക്ഷയ്ക്കായിട്ട് കാത്തിരുന്ന ആ രാജാവ് ആരായിരുന്നു? യേശുക്രിസ്തു ആയിരുന്നു. ആ ദൈവം ആത്മാവാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു എന്ന് 1 തിമോത്തിയോസ് 3:16 വ്യക്തമാക്കുന്നു. അപ്പോ അതായിരുന്നു യേശുക്രിസ്തു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? നമ്മള് മറിയത്തോട് നമ്മുടെ ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോ 1:20 പറയുന്നു, ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ വന്ന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായ, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട, അവളിൽ ഉൽപാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി വെളിപ്പെടുന്നു എന്നതിനെ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ എന്ത് ചെയ്യണം, പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേർ ഇടണം എന്ന് അവിടെ പറയുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അവന് യേശു എന്ന പേരിടണം, പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണമെന്ന് അവിടെ പറയുന്നു. അപ്പൊ യേശു എന്ന പേരിടുമ്പോൾ എന്താണ്? പാപപരിഹാരകൻ എന്ന അർത്ഥത്തിലാണ് യേശു എന്ന പേരിടണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 22-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കണം, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ അല്ലേ? വേറൊരു ദൈവമാണോ? അല്ല. രണ്ടാമത്തെ വ്യക്തിയാണോ? അല്ല. അല്ലേ? ഒരേ ഒരു ദൈവം, ഏക ദൈവം, ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നു. ആ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് ദ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. അതായത് ദൈവവചനത്തിലെ ദൈവത്തിന് മനുഷ്യനായി വെളിപ്പെടാൻ കഴിയുമെന്ന് ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് മനുഷ്യനായിട്ട് വെളിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശു ചെയ്ത അത്ഭുതങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ ഏക ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടതായിരുന്നു യേശു ക്രിസ്തു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ കൊലോസിയറിലേക്ക് വരാം. കൊലോസിയറിൽ വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനും ആകുന്നു എന്ന് അവിടെ പറയുന്നു.
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ അവന്റെ ജഡത്തിലുള്ള വെളിപ്പെടലിനെയാണ് പ്രതിമ എന്ന് പറയുമ്പോൾ ആ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടെന്ന് അവിടെയും പറയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോ ആ അധ്യായത്തിൽ തന്നെ പറയുന്നു, 8-ാമത്തെ വാക്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മനുഷ്യ രൂപമാണ് അല്ലെങ്കിൽ മനുഷ്യ വെളിപ്പെടലാണ് യേശു ക്രിസ്തു എന്ന് അവിടെ പറയുന്നു. ദേഹരൂപമായിട്ട് വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. അങ്ങനെ ഒരു കാര്യം ഈസയ്ക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല ഖുറാനിലെ ഈസയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും പൊരുത്തപ്പെടുകയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇനി ഫിലിപ്പിയറിലേക്ക് വരാം. ഫിലിപ്പിയറിലേക്ക് വരുമ്പോ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ പറയുന്നു, 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ, അവൻ ദൈവമായിരുന്നു, ആത്മാവായ ദൈവമാണ്. ആത്മാവായ ദൈവം എന്ത് ചെയ്തു? ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ കാണുന്ന ഒരു ഇക്വാലിറ്റിയെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അവൻ ദൈവമായിരുന്നു. ദൈവം എന്ന് പറയുമ്പോൾ അവൻ ആത്മാവാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനെന്ന് യിരെമ്യാ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ ദൈവം ഒരു മനുഷ്യനെ പോലെ ആവുക എന്ന് പറയുമ്പോൾ അതൊരു താഴ്ചയാണ് കാണിക്കുന്നത്. ആ താഴ്ചയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ സമത്വം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ താഴ്ചയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്ന് പറയുകയാണ്. ഞാൻ ദൈവമാണ്, ആ ദൈവം എന്ന് വിചാരിക്കാതെ താൻ ദാസരൂപം എടുത്തു എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതായത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ ക്രൂശിൽ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു എന്നവിടെ പറയുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പൊ ദൈവം എന്ത് ചെയ്തു? മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് അവിടെ പറയുകയാണ്. സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നവിടെ പറയുകയാണ്. മനുഷ്യൻ എപ്പോഴും വേണ്ടതെന്നാണ് അനുസരണയാണ്. അപ്പൊ ആ മനുഷ്യത്വം താൻ സ്വീകരിച്ചപ്പോൾ ആ അനുസരണം, അതായത് മനുഷ്യൻ അനുസരിക്കാത്ത സ്ഥാനത്ത് ദൈവം അനുസരിച്ച് കാണിച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന ഖുറാനിലെ ഈസയ്ക്ക് പറ്റുമോ? പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു എന്ന് പറയുന്നതിന്റെ 1 തിമോത്തിയോസ് 3:16 വരുമ്പോ 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതിയാം വണ്ണം വലുതാകുന്നു എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നു. ആര് ജഡത്തിൽ വെളിപ്പെട്ടു? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൈവം പ്രത്യക്ഷനായി, ഭൂമിയിൽ പ്രസംഗിച്ചു, ജാതികളുടെ ഇടയിൽ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പല ആളുകളും ചോദിക്കും, ദൈവവും മനുഷ്യനായിട്ട് വെളിപ്പെടാൻ സാധിക്കുമോ? ദൈവവചനത്തിലെ ദൈവത്തിന് കഴിയും അല്ലെ? ഈസയ്ക്ക് അങ്ങനെ സാധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഞാൻ പറയുന്നു, രാഹുൽ ഈശ്വർ കണ്ടെത്തിയത് തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹം ഇനിയും ബൈബിൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു, ദൈവവചനം ഇനിയും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബൈബിളിലെ യേശുക്രിസ്തു ദൈവമായവനാണ്, അവൻ മനുഷ്യനായി തീർന്നു യേശുക്രിസ്തുവായി വന്നു എന്നുള്ളതാണ്. അപ്പം ആ ദൈവം തന്നെ, അതായത് ആത്മാവായ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു, അതാണ് യേശുക്രിസ്തു. അങ്ങനെ ഒരു കാര്യം അനുമാനിക്കാൻ ഈ ഖുറാനിലെ ഈസയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു വാസ്തവം. പാപത്തിന്റെ കാര്യങ്ങൾ പാപം മോചിക്കുവാനായി കഴിയില്ല എന്നുള്ള കാര്യവും നമുക്ക് അവിടെ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തു എത്രയോ പാപങ്ങൾ മോചിക്കുന്നു അല്ലെ? അപ്പം യേശുക്രിസ്തുവാണ്
അപ്പം യേശു ക്രിസ്തുവിലൂടെയാണ് പാപം മോചിക്കുന്നതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരം പാപമോചന യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കുകയും വേണം. കാരണം എന്താണ്? അവൻ ദൈവമാണ്, അവൻ പാപങ്ങളെ മോചിപ്പാൻ കഴിവുള്ളവനാണ്. ഇത് ഈസയ്ക്ക് പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ ഒരിക്കലും കഴിയാത്തത് കൊണ്ട് തന്നെയും ഈ പറയുന്ന രാഹുൽ ഈശ്വരുടെ നിഗമനങ്ങൾ തെറ്റാണ് എന്ന് തള്ളിക്കളയുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവർക്കും അതേ സാധ്യമാവുകയുള്ളൂ. ഇത് രണ്ടും രണ്ട് വിശ്വാസമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.